ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷുഗറും അതുപോലെ വെയ്റ്റ് ലോസും ഒക്കെ നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് മില്ലറ്റാണ്. ഇതുപോലെയാണ് ഉള്ള ചെറു ധാന്യങ്ങളാണ് മില്ലറ്റ്. ചാമ, തിന, കുതിരവാലി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തരത്തിലുള്ള മില്ലറ്റുകളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുതിരവാലി എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു മില്ലറ്റാണ് എടുത്തിട്ടുള്ളത്. അത് 2 കപ്പ് ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ അരിയിലും അതുപോലെ ഗോതമ്പ് പൊടിയും ഒക്കെ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന എല്ലാ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ കൂടെ ഒരു 3/4 കപ്പ് ഉഴുന്ന് കൂടെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കഴുകി ഒരു 3-4 വെള്ളം കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. ഒരു 5-6 മണിക്കൂർ നമുക്ക് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടണം. അപ്പോൾ 5-6 മണിക്കൂർ കഴിഞ്ഞ് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് നമ്മുടെ ഇട്ട് വെച്ചിരിക്കുന്ന ആ മില്ലറ്റ് കുറച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. ഇതുപോലെ. അപ്പോൾ ഫസ്റ്റ് ബാച്ച് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഉഴുന്നും അതുപോലെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മില്ലറ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. ആ 1 കപ്പ് ചോറും കൂടെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അതും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് എല്ലാ അടുത്തും പറ്റത്തക്ക രീതിയിൽ ചോറും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഞാനിത് നൈറ്റിലാണ് അടച്ച് വെക്കുന്നത്. നന്നായി അടച്ച് വച്ചിട്ടുണ്ട്. ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെയായി ഞാനത് തുറന്നപ്പോഴത്തേനും ഒരുപാട് ഇങ്ങനെ പൊങ്ങി, മാവൊക്കെ ഒത്തിരി പൊങ്ങിപ്പോയി. അത് ഞാൻ മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഞാനിന്നിവിടെ ഈ മാവിൽ ഇഡ്ഡലിയും ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ ദോശയും ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഈ എണ്ണ തടവി വെച്ചിരിക്കുന്ന നമ്മുടെ ഇഡ്ഡലി തട്ടിലേക്ക് നമുക്ക് മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. വളരെ നല്ല ഹെൽത്തി ടേസ്റ്റിയുമാണ്, അതുപോലെ നല്ല ഫൈബറും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ വെയിറ്റ് കുറയ്ക്കുന്നവർക്കും അതുപോലെ ഷുഗർ ഉള്ളവർക്കൊക്കെ നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാക്കി ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇഡ്ഡലി നന്നായിട്ട് വെന്ത് കിട്ടും. ഒന്ന് തുറന്ന് നോക്കാം. വെന്തിട്ടുണ്ടോ നോക്കി. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാവുന്നതാണ്. വളരെ സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റുമാണ്. നമ്മൾ സാധാരണ അരിയിൽ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെയാണ്. നിറയെ ഫൈബറൊക്കെ ഉള്ളതുകൊണ്ടും അത് ഷുഗർ കണ്ടൻറ്റ് കുറവായതുകൊണ്ടും നമുക്ക് വെയിറ്റ് ലോസ് കുറയ്ക്കുന്നവർക്കും അതുപോലെ ഷുഗറൊക്കെ ഉള്ളവർക്ക് നന്നായിട്ട് വിശക്കുമല്ലോ ഷുഗർ ഉണ്ടാകുമ്പോൾ. അവർക്കൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണ്. ഇനി നമുക്ക് ദോശയും കൂടെ ചുട്ടെടുക്കാം. ഇതേ മാവിൽ തന്നെയാണ് നമ്മൾ ദോശയും കൂടെ ചുട്ടെടുക്കുന്നത്. നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ചൂടായ കല്ലിൽ ദോശയ്ക്ക് ചൂടാൻ എല്ലാവർക്കും അറിയാമല്ലോ. നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ കൂടെ അല്പം നെയ്യൊന്ന് സൈഡിലൊക്കെ ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാ ദോശ പോലെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ചുട്ടെടുക്കാം. തിരിച്ചിട്ടിപ്പോൾ ഒന്ന് കീറിപ്പോകും കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയാണ്, കട്ടിയൊന്നുമല്ല. നമുക്കിത് കുറച്ചുകൂടെ നെയ്യൊക്കെ ചേർത്ത് നന്നായിട്ട് പരത്തി ചുട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുന്ന ഒരു ദോശ കൂടിയാണ്. നല്ല ചൂടായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ മില്ലറ്റിൻ്റെ ദോശയും ഇഡ്ഡലിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. താങ്ക് യു.